വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിവറേജ് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഒട്ടേറെ പോഷക ഗുണങ്ങളുള്ള ഈ ഗ്രീൻ ടീ പ്രധാനമായിട്ടും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ ടീ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്, ദിവസേന എത്രത്തോളം ഗ്രീൻ ടീ നമുക്ക് യൂസ് ചെയ്യാം, സൈഡ് എഫക്റ്റുകളും എങ്ങനെയാണ് ഗ്രീൻ ടീക്ക് ഉണ്ടാവുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചായയുടെയും കാപ്പിനെക്കാട്ടിലും കഫീന്റെ അളവ് വളരെയധികം കുറവാണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്നത്. കഫീന്റെ അളവ് ഇത്രത്തോളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ ടീ വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമുക്ക് ചായയും കാപ്പിയും കുടിക്കുന്ന പോലെ തന്നെ ഉന്മേഷവും എനർജിയും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. സോ വെയിറ്റ് ലോസിന് ഗ്രീൻ ടീ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഹോർമോൺ ആയിട്ടുള്ള നോർ അഡ്രിനാലിൻ റിലീസ് ചെയ്യുകയും ഈ നോർ അഡ്രിനാലിൻ നമ്മുടെ ഫാറ്റിനെ അലിയിച്ചു കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. ഇങ്ങനെ കൊഴുപ്പ് അലിയുന്നത് മൂലം നമുക്ക് വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അടിവയറ്റിലെ കൊഴുപ്പൊക്കെ നമുക്ക് കുറയ്ക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും സെയിം ഈ ഒരു നോർ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമൂലമാണ് നമ്മുടെ ഫാറ്റ് കുറയുകയും വെയിറ്റ് ലോസിന് ഇത് കാരണമാകുന്നത്. ഈ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു ഹോർമോണിന്റെ പ്രവർത്തനം ഇംപ്രൂവ് ആവുകയും വെയിറ്റ് ലോസ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഗ്രീൻ ടീയുടെ മറ്റു ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ ഇത് വളരെയധികം സഹായകരമാണ്. കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ ഇത് ഓൾറെഡി ഹെൽപ്ഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളായ LDLും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇതുമൂലം സാധിക്കുന്നതാണ്. ഇത് കൺട്രോൾ ആകുന്ന മൂലം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളും ഉയർന്ന രക്തസമ്മർദ്ദവും ഒക്കെ കുറയ്ക്കുവാനും നമുക്ക് ഇതുമൂലം സാധിക്കുന്നതാണ്. ബ്ലഡിൽ ഉണ്ടാകുന്ന ഷുഗറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുവാനും ഈ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ടൈപ്പ് 2 ഡയബറ്റീസിനും ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുവാനും ഗ്രീൻ ടീയിലൂടെ സാധിക്കുന്നതാണ്. നെർവ്സിന്റെ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങളും അൽഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. ഗ്രീൻ ടീയിലെ തയാനിനും അമിനോ ആസിഡ്സും ഒരു ആന്റി ഡിപ്രസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനും ആൻസൈറ്റിയുടെ പ്രോബ്ലംസിനും അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവർക്കും ടെൻഷൻ ഉള്ളവർക്കും ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്കും ഈ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്നത് വളരെയധികം സഹായകരമാണ്. മാനസികാരോഗ്യത്തിനും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെ ഈ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ഗ്രീൻ ടീ വളരെയധികം സഹായം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്യാൻസറിനും എസ്പെഷ്യലി ഫീമെയിൽസിന്റെ ബ്രസ്റ്റ് ക്യാൻസർ ഒരു 20 to 30% വരെ കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ടെന്നും പല പഠനങ്ങളിലും പറയുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുവാനും ഈ ഗ്രീൻ ടീക്ക് സഹായിക്കുന്നുണ്ടെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. സ്കിന്നിന്റെ ആരോഗ്യത്തിനും ഗ്രീൻ ടീ ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും മുഖത്തെ ചുളിവുകൾ മാറ്റുവാനും ഒക്കെ ഗ്രീൻ ടീ നമുക്ക് സഹായകരമാണ്. ദന്തക്ഷയത്തിന്റെ പ്രോബ്ലംസും വായുനാറ്റവും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഗ്രീൻ ടീക്ക് സാധിക്കുന്നതാണ്. ഇത്രയേറെ ഗുണങ്ങളാണ് ഗ്രീൻ ടീ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ ഗ്രീൻ ടീക്ക് ഒരു സൈഡ് എഫക്റ്റ് വരുന്നതെന്ന് നോക്കാം. ഈ ഗ്രീൻ ടീക്ക് സൈഡ് എഫക്റ്റ് വരുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഗുണങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇത് കഴിക്കുന്ന സമയത്താണ് ഈ ഗ്രീൻ ടീയിലെ സൈഡ് എഫക്റ്റ് നമുക്ക് വരുന്നത്. ഗ്രീൻ ടീ യൂഷ്വലി ഒരു അസിഡിക് നേച്ചർ ആണ്. സോ ഇത് അധികമായിട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസും ഗ്യാസ്ട്രിക് അൾസറും ഒക്കെ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീ നമ്മൾ കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലംസ് ഓൾറെഡി ഉള്ളവർക്കും കിഡ്നി സ്റ്റോണിന്റെ ടെൻഡൻസി ഉള്ളവർക്കും നമുക്ക് ഗ്രീൻ ടീ നമ്മൾ കുടിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഗ്രീൻ ടീ അമിതമായിട്ട് കുടിക്കുന്നത് മൂലം നമുക്ക് ചില സമയങ്ങളിൽ കിഡ്നി സ്റ്റോൺസ് വരുവാനുള്ള ചാൻസസ് ഉണ്ടെന്നും പല പഠനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീൻ ടീ അയണിന്റെ അബ്സോർപ്ഷൻസ് കുറയ്ക്കുവാനുള്ള ചാൻസസ് ഉണ്ട്.
ഓൾറെഡി അനീമിക് ആയവർ അഥവാ ഹീമോഗ്ലോബിന്റെ അളവ് കുറവുള്ളവർക്കും വിളർച്ചയുടെ പ്രോബ്ലംസ് ഉള്ളവരും ഭക്ഷണത്തോടൊപ്പം നമ്മൾ ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കുവാൻ പാടുള്ളതല്ല. ഗ്രീൻ ടീ ഏതൊക്കെ സമയങ്ങളിൽ കുടിക്കാം, എത്രത്തോളം കുടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസത്തിൽ നമുക്ക് ഒരു 1-2 കപ്പ് ഗ്രീൻ ടീ നമുക്ക് കുടിക്കാവുന്നതാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ ഗ്രീൻ ടീ മാക്സിമം കുടിക്കാതെ ശ്രദ്ധിക്കുക. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ നമുക്ക് 1 കപ്പ് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സമയത്ത് നമുക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ് 1 കപ്പ്. പിന്നെ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു അരമണിക്കൂർ മുന്നേ ഗ്രീൻ ടീ കുടിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വെയിറ്റ് ലോസിന് നമുക്ക് വളരെയധികം സഹായം ചെലുത്തുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസിന് മുന്നേ നമുക്ക് ഈ ഒരു ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കുവാൻ പാടുള്ളതല്ല. ഒരു 3-4 മണിക്കൂർ മുന്നേ എങ്കിലും നമുക്ക് ഗ്രീൻ ടീ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിന്റെ പ്രശ്നം നമുക്ക് വരുവാനും ഉറക്കക്കുറവിനും ഇതൊരു കാരണമാകുന്നുണ്ട്. ഗ്രീൻ ടീ നമ്മൾ കുടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് ഗ്രീൻ ടീ കുടിക്കുവാൻ പാടുള്ളതല്ല. നന്നായി തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസും ഗ്യാസ്ട്രിക് അൾസറിന്റെ പ്രോബ്ലംസ് ഒക്കെ ഇതുമൂലം വരുവാനുള്ള ചാൻസസ് ഉണ്ട്. പ്രഗ്നൻസി ടൈമിലും നമുക്ക് ഗ്രീൻ ടീ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനീമിയയുടെ പ്രോബ്ലംസ് ഒക്കെ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസർ, അതുപോലെ തന്നെ IBSന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഗ്രീൻ ടീ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ കുട്ടികളിലും മാക്സിമം ഗ്രീൻ ടീ കൊടുക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അവർക്ക് വിളർച്ചയുടെ പ്രോബ്ലംസ് ഒക്കെ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അയൺ അബ്സോർപ്ഷൻസ് കുറയുവാനുള്ള ചാൻസസ് ഉണ്ട് ഗ്രീൻ ടീ നമ്മൾ അധികമായിട്ട് കുടിക്കുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളിൽ നമ്മൾ ഗ്രീൻ ടീ മാക്സിമം കൊടുക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. സോ ഗ്രീൻ ടീയുടെ ഗുണങ്ങളും ദോഷങ്ങളും എത്രത്തോളം കുടിക്കാം എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.